മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത മൊഴി മാറ്റി. തന്നെ എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്നാണ് മൊഴി. നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ അതിജീവിത കുഴഞ്ഞു വീണു. കേസിലെ മറ്റ് 2 സാക്ഷികളും കൂറുമാറി. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? റോഷ്നി, ഇന്നിപ്പോൾ സാക്ഷികളെ വിസ്തരിക്കുന്ന വേളയിലാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നേരത്തെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിത തന്നെ നേരിട്ട് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതായത് 1-ാം സാക്ഷി കൂടിയാണ് ഈ അതിജീവിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും മൊഴി മാറ്റിക്കൊണ്ട് ഈ കേസ് തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഒരു മൊഴിമാറ്റം അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി 1-ലാണ് ഇന്നിപ്പോൾ സാക്ഷി വിസ്താരം നടന്നത്. ആ സാക്ഷി വിസ്താരം നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയ സംഭവം ഉണ്ടായത്. അതായത് കോവളത്ത് ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയായിരുന്നു. 2022 മുതൽ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള പരാതിയായിരുന്നു അതിജീവിത നൽകിയത്. തുടർന്ന് കേസെടുത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് അതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വിചാരണ വേളയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മൊഴിമാറ്റം നടത്തിയതിനു ശേഷം കോടതി മുറിയിൽ തന്നെ അതിജീവിത കുഴഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നാളെ കേസ് കോടതി വീണ്ടും പരിഗണിക്കും. പക്ഷേ ഇതിൽ അതിജീവിത മാത്രമല്ല, അതിജീവിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സാക്ഷികളും കൂടി ഇത്തരത്തിൽ മൊഴി മാറ്റിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അപകടത്തിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മൊഴിമാറ്റം നടത്തിയിരിക്കുന്ന. പരാതി നൽകിയിട്ടുള്ള ഈ കേസിലെ ഏറ്റവും പ്രധാന സാക്ഷി കൂടിയായ അതിജീവിതയാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേസ് നാളെ വീണ്ടും സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് ഇനിയിപ്പോൾ പരിഗണിക്കുക. എന്തായാലും അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മൊഴിമാറ്റം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും അതിൽ 3 പേരുടെ മൊഴി ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് ഇന്നൊറ്റ ദിവസം കൊണ്ട്. റോഷ്നി, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.